ചേരാനല്ലൂരിൽ അടിപ്പാതയ്ക്കായി മനുഷ്യ ശൃംഖല തീർത്തു. ദേശീയപാത 66 നിർമ്മാണത്തിനായി ചേരാനല്ലൂർ പ്രദേശവാസികൾ ഭൂമി വിട്ടുകൊടുത്തിട്ടാണ് റോഡ് പണി ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അടിപ്പാതയില്ലാത്ത രീതിയിലാണ് നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നത്. ഈ പ്രദേശത്തെ രണ്ടായി മുറിക്കുകയും ആളുകൾക്ക് റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുന്ന ഗതികേടുമാണ് സംജാതമായിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണ അധികാരികൾ തികച്ചും ക്രൂരമായ അവഗണനയാണ് ഈ കാര്യത്തിൽ നടത്തുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അടിപ്പാത നിർമ്മാണം നടപ്പിലാക്കാമെന്ന് വാക്ക് തന്നിട്ട് ഇപ്പോൾ അത് നിഷേധിച്ചിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. ഇതിനെതിരെ ചേരാനല്ലൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ കൂട്ടിയിണക്കി നടത്തിയ മനുഷ്യ ശൃംഖലയിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും പങ്കാളിത്തത്തോടെ നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ മുൻനിരയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി PJ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ചേരാനല്ലൂർ ലോക്കൽ സെക്രട്ടറി PP ജോർജ്, CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, ജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു ജോർജ്, NCP സംസ്ഥാന സമിതി അംഗം PD ജോൺസൺ, ദേശീയപാത സംരക്ഷണ സമിതി സംസ്ഥാന കൺവീനർ ഹാഷിം ചേന്നാമ്പള്ളി, പ്രശസ്ത ഗായകൻ കൊച്ചിൻ മൻസൂർ, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം KK ആസാദ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേരാനല്ലൂർ പ്രസിഡന്റ് KS അബ്ദുൾ ഷുക്കൂർ, എഡ്രാക്ക് ജില്ലാ പ്രസിഡന്റ് TU കൃഷ്ണകുമാർ, LDF എറണാകുളം മണ്ഡലം കൺവീനർ കുമ്പളം രവി, CPI ജില്ലാ കൗൺസിൽ അംഗം TC സഞ്ജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ഫ്രാൻസിസ്, VB അൻസാർ എന്നിവർ സംസാരിച്ചു. ചേരാനല്ലൂർ തൈക്കാവ് ജംഗ്ഷൻ മുതൽ ചേരാനല്ലൂർ സിഗ്നൽ ജംഗ്ഷൻ വരെയാണ് മനുഷ്യ ശൃംഖല തീർത്തത്. സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് അടിപ്പാത വേണമെന്ന ആവശ്യത്തിനായി LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യ ശൃംഖലയിൽ സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള ജനം ഒഴുകിയെത്തി. ന്യൂസ് ഡെസ്ക് ചേരാനല്ലൂർ.